എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് വീണ്ടും ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. നോർക്ക റൂട്ട്സ് മുഖേനയാണ് അവസരമുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു വേക്കൻസികളെക്കുറിച്ചും ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും സൗദി അറേബ്യയിലേക്ക് റിക്രൂട്ട്മെൻറ്റായി വന്നിരിക്കുകയാണ് കേരള സർക്കാർ. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് MOH ഈസ്റ്റേൺ ഹെൽത്ത് ക്ലസ്റ്ററിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാർക്ക് അവസരങ്ങളുള്ളത്. നോർക്ക റൂട്ട്സാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അഡൽട്ട് ഓങ്കോളജി, ഡയാലിസിസ്, എമർജൻസി റൂം, ICU, അഡൽട്ട് മെഡിക്കൽ, നിയോനോറ്റൽ ICU, നെർവ്സ്, NICU, ഓപ്പറേറ്റിംഗ് റൂം, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പീഡിയാട്രിക് ഓങ്കോളജി, PICU, സർജിക്കൽ സ്പെഷ്യാലിറ്റി എന്നിവയാണ് വേക്കൻസികളുള്ളത്. എന്നിവർക്കാണ് അവസരങ്ങളുള്ളത്. ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് യോഗ്യത എന്തെന്ന് പരിശോധിക്കാം. നേഴ്സിംഗ് ബിരുദമോ അല്ലെങ്കിൽ പോസ്റ്റ് BSc യോഗ്യതയും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് വെബ്സൈറ്റിലെ മുമാരിസ് പ്ലസ് സേവനത്തിലൂടെ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ നേടിയെടുക്കണം. അപേക്ഷകർ മുൻപ് SAMR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉള്ളവരായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റയും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമെയിൽ ID rmt3.norca@kerala.gov.in എന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇൻ്റർവ്യൂ മുംബൈയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതുണ്ട്. CV സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നോർക്ക റൂട്ട്സിൻ്റെ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ CVയിൽ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പറുകൾ കൊടുക്കാൻ മറക്കരുത്.